ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് എടുക്കാം. അതൊന്ന് കനലിലോ അടുപ്പത്തോ വെച്ച് ഒന്ന് ചുട്ടെടുത്തിട്ടുള്ളതാണ്. ആ ഒരു വറ്റൽമുളകാണ് വേണ്ടത്. കൂടെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അത്യാവശ്യം വലിയ ചെറിയുള്ളിയിൽ ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. സവാള ചേർക്കരുത്, ചെറിയുള്ളി തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടിയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഒരല്പം പുളിയും കൂടി ചേർക്കാവുന്നതാണ്. പുളിയുടെ അളവ് കൂടിപ്പോകരുത്. ഇതുപോലെ ചെറിയൊരു പീസ് മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടിയാണ്. കൂടെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. ഒട്ടും എരിവില്ലാത്ത കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മൾ ചേർക്കരുത് കേട്ടോ, അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കണം. ഇനി നമ്മുടെ ഈ ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. കൂടെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒരുപാട് അരഞ്ഞു പോകാതെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തേങ്ങാ ചമ്മന്തിയാണ്. നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ചെടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയല്ല തേങ്ങാ ചമ്മന്തി തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.